ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എഗ് മഫിൻസ് ആണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള, കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കോ, മല്ലിയിലയും. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 5 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാൻ ചേർത്തത്. അതുപോലെ ക്യാപ്സിക്കം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഈ പച്ചക്കറികളുടെയൊക്കെ അളവ് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ട്രേയിൽ അല്പം ഓയിലൊന്ന് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4 ഭാഗത്തോളം മാത്രം ഈ കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് അവനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ അവനില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിൽ ഈ കൂട്ടൊഴിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഓവൻ ഇവിടെ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് ട്രേ വെച്ച് കൊടുക്കാം. 15 മിനിറ്റാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും അവൻ അനുസരിച്ച് ടൈമിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കിവിടെ 15 മിനിറ്റാണ് എടുത്തത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഫിൻസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി ഇഷ്ടമായാൽ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.